ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിട്ടില്ലല്ലോ. 3 വാർഡുകളാണ് തകർന്നത്. വയനാട് ദുരന്തത്തെ നിസ്സാരവത്കരിച്ച് വി മുരളീധരൻ. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ നിസ്സാരവത്കരിച്ച് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ. വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മുരളീധരൻ പറഞ്ഞു. ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് തകർന്നത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം തടയുന്നതിനു വേണ്ടിയാണ് വയനാട്ടിൽ ഇന്ന് LDFും UDFും ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമിരിക്കുകയല്ലേ, അത് വയനാട്ടിൽ ചെലവഴിച്ചുകൂടെയെന്നും മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ല. പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് അതിന് അതിൻ്റെതായ രീതികളുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന രീതിയിൽ പ്രസ്താവനയല്ല താൻ നടത്തുന്നതെന്നും പാർലമെന്റിലെ രേഖകൾ സഹിതമാണ് കാര്യങ്ങൾ പറയുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ NDRFിലെ ഫണ്ട് ചിലവഴിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? 1000-ഓളം വീടുകൾ പണിയാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നെങ്കിലും അവരുമായി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്തില്ല? പുനരധിവാസത്തിനു വേണ്ടി ഏറ്റെടുക്കാനുള്ള ഭൂമി കണ്ടെത്തിയോ? 788 കോടി ചിലവാക്കുന്നതിലുള്ള തടസ്സം നീക്കിത്തരാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടോ എന്നും മുരളീധരൻ ചോദിച്ചു. മുരളീധരന്റെ ഈ പരാമർശത്തിനെതിരെ കൽപ്പറ്റ MLA T സിദ്ദിഖ് രംഗത്ത് വന്നു. വി മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതാണ്. BJPയുടെ തനിനിറം ഒരിക്കൽ കൂടി വി മുരളീധരനിലൂടെ പുറത്തു വന്നു. ദുരന്തബാധിതരെ വഴിയിലിട്ട് അമ്മാനമാടാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തെ നിസ്സാരവത്കരിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും സിദ്ദിഖ് ആവശ്യപ്പെട്ടു.